ഇപ്പൊ കുഞ്ഞിനെ അമ്മയ്ക്ക് എടുത്ത് ലാച്ച് ചെയ്യിക്കാനായിട്ട് പറ്റുന്നു. പാല് വരണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ സപ്ലൈ രണ്ടാമത്തെ വന്നു. ടങ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ടങ് ടൈ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. അതൊരു ലോ ലൈങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ പോലും കുഞ്ഞിന് പ്രോപ്പറായിട്ട് സക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ടൈ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി പെയിൻഫുൾ ലാച്ച് ആയിരിക്കും അമ്മയ്ക്ക്. കാരണം കുഞ്ഞിന് സക്ക് ഔട്ട് ചെയ്യാൻ പറ്റാതെ ഈ ഗം പാഡ്സ് വെച്ച് കുഞ്ഞ് കടിക്കുകയാണ് ചെയ്യുന്നത് നിപ്പിളിൽ. എക്സ്ട്രീംലി പെയിൻഫുൾ ആയിരിക്കും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഈ കടിച്ച് സോറായിട്ടുള്ള നിപ്പിളിൽ വീണ്ടും വീണ്ടും ഓരോ 2 മണിക്കൂറിലും അമ്മ വീണ്ടും വീണ്ടും ലാച്ച് ചെയ്യിപ്പിക്കുകയാണ്. രണ്ടാമത്തത് പ്രോപ്പർ ഒരു സക്ഷൻ ഫോം ആവുന്നില്ലെങ്കിൽ കുഞ്ഞിങ്ങനെ വിട്ട് വിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പാലിൻ്റെ കൂടെ കുട്ടി ഗ്യാസും കൂടെ സക്കിൻ ചെയ്യുകയാണ്. എക്സ്ട്രീംലി കോളിക്കി ആയിരിക്കും. പിന്നെ എത്ര കുടിച്ചാലും മതിയാവാത്ത പോലെ ഒരു 2 hours ഒക്കെ ഇരുന്ന ഇരിപ്പിൽ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മദേഴ്സ് ഉണ്ട് അല്ലേ. അത് പ്രോപ്പറായിട്ട് അവർക്ക് വെയിറ്റ് ഗെയിൻ വരുന്നില്ല, ഒത്തിരി നേരം ഫീഡിങ് വരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു അമ്മയുടെ സിംറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓറൽ റെസ്ട്രിക്ഷൻ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സക്കിങ് എവിടെയോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. സോ ടൈ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ടൈ കാരണമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഇഷ്യൂസ് വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ വൺസ് ഇഫ് യു ഫൈൻഡ് ഔട്ട് ഒരു ഓറൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് കാരണമാണ് നമുക്കൊരു ഫീഡിങ് നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഓറൽ റെസ്ട്രിക്ഷൻ്റെ റിലീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഈസി എന്ന് ഞാൻ പറയില്ല, ബട്ട് ഐ വുഡ് സേ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. സാധാരണ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, അധികം സമയം വേണ്ടാത്ത പ്രൊസീജിയറും വൺസ് നമ്മൾ ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ കഴിയുന്നതിനൊപ്പം തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇസ് ടു ലാച്ച് ദ ചൈൽഡ് ബേബി എന്നുള്ളതാണ്. കുഞ്ഞിനെ അപ്പം തന്നെ അമ്മയുടെ അടുത്ത് ലാച്ച് ചെയ്യിക്കുന്നു. ആ ഫസ്റ്റ് ലാച്ചിൽ തന്നെ പാരൻസിന് ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. ടങ് ടൈ റിലീസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഒരു ലേസറോ അല്ലെങ്കിൽ ഒരു സിസേഴ്സോ എടുത്ത് കട്ട് ചെയ്ത് കളയുന്ന കാര്യമില്ല. ഇതൊരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിന് ചെയ്യുന്നതിന് മുന്നും ചെയ്തതിന് ശേഷവും നമ്മൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസസും പ്രോപ്പറായിട്ട് ആ ടങ്ങിനെ നമ്മൾ ഗൈഡ് ചെയ്യണം. വി ഷുഡ് ഗൈഡ് ദ ചൈൽഡ് ടു യൂസ് ദ ടങ് പ്രോപ്പർലി. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ അമ്മമാരിൽ കാണാം. Happy Hippo.